ഇപ്പൊ ഇന്ന് ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ അമ്മ എന്തു പറയുന്നു എന്നത് ഈ കേസിനെ സംബന്ധിച്ച് അതിനിർണായകമാകാൻ പോകുന്നു. അപ്പൊ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു വിവരം എപ്പോഴത്തേക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും ആശുപത്രി അധികൃതരും ഒക്കെ ഉള്ളത്. നിഷാദെ, അക്കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ ഷെമിയോട് അല്പം മുൻപ് സംസാരിച്ച ബന്ധു നസറുദ്ദീൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാം. എന്താണ് സംസാരിച്ചത്? ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു. അപ്പം സഹോദരപ്പം ഗൾഫിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ ഞാൻ കൂടി പോയി. അപ്പോൾ ഞാനാണ് ആദ്യം കയറി കാണുന്നത്. കണ്ടപ്പം എനിക്ക് കയറുമ്പോൾ തന്നെ അവളെ അടുത്ത് എത്തിയെങ്കിൽ പോലും എനിക്ക് ആളെ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലായിരുന്നു. ഞാൻ ഡോക്ടർ ഷെമിയാണെന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. മുഖത്തിന് നല്ല വലിയ വ്യത്യാസങ്ങൾ, ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് 24 മണിക്കൂറിനകത്ത്. എന്തായാലും അവൾ എന്നോട് സംസാരിക്കുകയും എൻ്റെ കയ്യിൽ കയറി പിടിക്കുകയും ചെയ്തു. മാമാന്ന് വിളിക്കുകയും ചെയ്തു. എന്നെ മനസ്സിലായി, മാമാന്ന് വിളിച്ചു. കുഞ്ഞിനെയാണ് ചോദിച്ചത്. മോനെ എന്നോട് ചോദിച്ചു, ഇളയ മോനെ ചോദിച്ചു. അവൻ്റെ പേര് പറഞ്ഞിട്ട് അസ്ഫാൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. മോനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് സംസാരിക്കുന്നത്. വ്യക്തമാകുന്നുണ്ടായിരുന്നു. ചെവി കുറച്ച് കൊടുത്താൽ നമുക്ക് കുറച്ച് വ്യക്തമാകും. ഞാൻ കുറേ അറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റെന്തെങ്കിലും കാര്യം വേറെ ഒന്നും പറഞ്ഞില്ല. ചോദിക്കാനോ പറയാനോ ഉള്ള മൂഡ് അല്ല അവള്. ഇത് സംബന്ധിച്ച് കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഇല്ല, യഥാർത്ഥത്തിൽ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്താ, ആരാണ് മരണപ്പെട്ടതെന്നും അവൾ അറിഞ്ഞിട്ടില്ല. എങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ ചോദിക്കില്ലല്ലോ. മകന്റെ കാര്യം എന്തെങ്കിലും അല്ല, അത് ചോദിച്ചിട്ടില്ല. മൂത്തമ്മന്റെ കാര്യം ഒന്നും ചോദിച്ചില്ല. സഹോദരൻ വന്നു. സഹോദരൻ എൻ്റെ കൂടെ കയറിയിട്ടുണ്ട്. ഷമീർ പോലീസ് എന്തെങ്കിലും പറഞ്ഞു മൊഴിയെടുക്കാനായിട്ടുള്ള? മൊഴി ഞാനാണ് ഫസ്റ്റിൽ വീട്ടിൽ വെച്ച് കൊടുക്കുന്നത്. അല്ല, ഇവിടെ ഇല്ല, ഷമീർ ഈ ഷമിയുടെ സഹോദരൻ ഷമീർ കൂടെ ഇപ്പൊ ചേർന്നുണ്ട്. എന്താണ് സംസാരിക്കാൻ പറ്റിയപ്പോൾ? സംസാരിക്കാൻ എന്താണെന്ന് അറിയാൻ വയ്യ. ഞാൻ ഇപ്പൊ രാവിലെ എത്തിയതേ ഉള്ളൂ. എന്റെ സഹോദരി മക്കളുമാണ്. എന്താണെന്ന് ഒരു പിടിയും ഇല്ല. കണ്ടോ? ഷമിയെ കണ്ടിരുന്നു? ഷമിയെ ഞാൻ കണ്ടായിരുന്നു. എന്താ പറഞ്ഞു? സംസാരം തിരിയണില്ല. കുട്ടികളെ തിരക്കി എല്ലാരും ചോദിച്ചു. ഒന്നും തിരിയണില്ല. സംസാരം ക്ലിയർ ആവണില്ല. നല്ല പരിക്കുണ്ടോ? പരിക്കുണ്ട്, നല്ല പരിക്കുണ്ട്. നിഷാദെ, രണ്ട് അനിയത്തിമാരെയും കൊണ്ട് നടന്നതും 2 അനിയത്തിമാരെ കല്യാണം നടത്തുന്നതെല്ലാം ഇവന്റെ കയ്യിലായിരുന്നു. കാരണം അവരെ കുടുംബജീവിതത്തിൽ ഒരു വാപ്പ സഹോദരനാണ്. സംസാരിച്ചു. കുഞ്ഞുങ്ങളെ ചോദിച്ചു. സംസാരം തിരിയണില്ല. എല്ലാരെയും ചോദിച്ചു. ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള നിഷാദെ, സഹോദരനും അതായത് ഷെമിയെ നേരിട്ട് കണ്ടവരാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. ഷെമി സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ, അതായത് ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് വ്യക്തമല്ല എന്നുള്ളതാണ് അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ കൂട്ടക്കൊലപാതകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമെന്ന് പറയുന്നതും ഈ ഷെമി നൽകാൻ പോകുന്ന മൊഴിയാണ്. കാരണം ഇത് സംബന്ധിച്ച ഒരു ധാരണയുള്ളത് ഇപ്പോൾ ഷെമിക്ക് മാത്രമാണ്. എന്താണ് ആ വീട്ടിൽ നടന്നത്, എന്തെങ്കിലും ഇതിനു മുൻപ് പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഷെമി പറഞ്ഞാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കാര്യം ഈ അഫാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെയും പോലീസിന് അറിയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇനി ഈ ഷെമി ആയിരിക്കും ആ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക. കണ്ട് വീട്ടിൽ വിളിച്ചപ്പോൾ ആരും ഫോൺ എടുക്കില്ല. എന്നെ വിളിച്ചത് തലേദിവസം രാത്രി മെസ്സേജ് അയച്ചു വാട്സപ്പിൽ. എന്താ പറഞ്ഞു? ഇല്ല, വലിയമ്മ പോയിട്ട് ജോലിയൊക്കെ റെഡി ആയാന്ന് ചോദിച്ചേ ഉള്ളൂ. അതായത് മെനങ്ങാന്ന് 2 ദിവസം രാത്രി മെസ്സേജ് അയച്ചു. ഇതുപോലെ ജോലിയൊക്കെ റെഡി ആയ എന്റെ വണ്ടി അവിടെ കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കിടക്കിയിരുന്നു. വണ്ടി ഇറക്കിയാന്നൊക്കെ ചോദിച്ച് അതൊക്കെ ചോദിച്ചോളൂ. പൊതു രീതി എന്ന് പറഞ്ഞാൽ ആള് സൈലന്റ് ആണ്. എല്ലാ നാട്ടുകാർക്ക് ചോദിച്ചു. എന്റെ ഇവിടെ ചോദിച്ചില്ലെങ്കിലും അറിയാം. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒന്നും പറയാൻ മനസ്സിലാവും. അത്ര നല്ല പയ്യനാണ്. ഈ ഷെമി ഇപ്പം കയറി കണ്ടിട്ട് എന്താ പറയാ? ഷെമിയുടെ അവസ്ഥ എങ്ങനെയാണ്? അവസ്ഥ എന്ത് പറയാണെന്ന് എനിക്കറിയില്ല. തളർന്ന് ഇളകിയാണ്. തലയൊക്കെ സംസാരമൊന്നും ക്ലിയർ ആവില്ല. മൊത്തം ഒരുപാട് മുറിവാണ്. സംസാരം ക്ലിയർ ആവില്ല. മൊത്തം നീരടിച്ച് സാമ്പത്തിക പ്രശ്നം വേറെ. ഈ ചില്ലറ കടങ്ങളുള്ള അളിയനെ പിന്നെ അവിടെ വന്ന് കച്ചവടം നടത്തിയപ്പോൾ ഇത് ബുദ്ധിമുട്ടായി. അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളു. പിന്നെ ബാങ്കിലെ 1-2 ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട്. അതേ ഉള്ളു. അല്ലാതെ വേറെ പെൺകുട്ടികളൊന്നുമില്ല അവർക്ക്. അഫാൻ ഇടപെടേണ്ട ആവശ്യങ്ങളോ വല്ലതും വന്നിട്ടുണ്ടോ ഈ കടവുമായി ബന്ധപ്പെട്ട്? അഫാൻ ഇടപെടേണ്ടത് അറിയാൻ വയ്യ. അതിനെ കുറിച്ച് അത്രയും അറിയാൻ വയ്യ. അങ്ങനെ
അപ്പോൾ വാളിയൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ അടുത്തല്ല, കുറച്ച് ദൂരെയാണ്. ഫോൺ വിളിക്കുകയുള്ളൂ, കാണാൻ പറ്റും. നിങ്ങൾ നിരന്തരം ബന്ധപ്പെടുക സൗകര്യം. എനിക്ക് എൻ്റെ കൂടപ്പിറപ്പല്ലേ ഞാൻ, അപ്പോൾ എനിക്ക് ബന്ധപ്പെടാതിരിക്കാൻ പറ്റൂലല്ലോ. അവർക്ക് ഞാനേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതുപോലെ പൈസ പ്രശ്നങ്ങളുണ്ട്, പൈസകൾ ഞാൻ സഹായിച്ചിട്ടുണ്ട്, എന്നെ സഹായിക്കുകയും ചെയ്യും, അങ്ങനെയൊക്കെ തന്നെ. അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതറിയാൻ വയ്യ, അറിയാൻ വയ്യ. വരുമാനം എന്ന് പറഞ്ഞാൽ ആളി എൻ്റെ ജോലി പൈസ തന്നെ. പിന്നെ അവൻ ചില്ലറ പണിക്കൊക്കെ പോകും, കാറ്ററിംഗ് സർവീസിന് പോകും, പിന്നെ വണ്ടി ഓടിക്കാൻ പോകും, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സഹോദരനായൊരു കുഞ്ഞാണ്. ഞാൻ നിഷാദെ, ഷെമിയുടെ സഹോദരനാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അതായത് അവർ നേരിട്ട് കണ്ടു, ഷെമിക്ക് ഒരു ബോധം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.